നേന്ത്രക്കായയുടെ വില കുത്തനെ ഇടിഞ്ഞതോടെ കർഷകർ പ്രതിസന്ധിയിൽ. കിലോഗ്രാമിന് 25 രൂപ പോലും ലഭിക്കാതായതോടെ കർഷകർ ആശങ്കയിലായിരിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കായ എത്തുന്നതാണ് നാടൻ ഉൽപ്പന്നത്തിന്റെ വിലയിടിച്ചത്. സംസ്ഥാനത്ത് ആഴ്ചകളായി നാടൻ നേന്ത്രക്കായ വില ഇടിഞ്ഞുവരികയാണ്. ഓണം സീസണിൽ 80 രൂപ വരെ ലഭിച്ചിരുന്ന കായയുടെ വിലയാണ് കുത്തനെ ഇടിഞ്ഞത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കായ എത്തുന്നതാണ് നാടൻ ഉൽപ്പന്നത്തിന്റെ വില ഇടിച്ചത്. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന കായ 3 കിലോഗ്രാമിന് 100 രൂപയ്ക്ക് വീട്ടുപടിക്കൽ കിട്ടും. ചെറുപഴത്തിന്റെ വിലയും കുറയുകയാണ്. റോബസ്റ്റ, പാളയംകോടൻ, പൂവൻ, ഞാലിപ്പൂവൻ തുടങ്ങിയവയും വിലയിടിവ് നേരിടുന്നു. റോബസ്റ്റ 15 രൂപ, പാളയംകോടൻ 10 രൂപ, ഞാലിപ്പൂവൻ 30 രൂപ, പൂവൻ 30 രൂപ എന്നിങ്ങനെയാണ് കർഷകർക്ക് ലഭിക്കുന്ന വില. മുടക്കുമുതൽ പോലും ലഭിക്കാതായതോടെ കർഷകർ കടക്കെണിയിലേക്ക് നീങ്ങുകയാണ്. വാഴക്കണ്ണിന് മുടക്കിയ പണം പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. കൂലിച്ചെലവ്, വളം, വില എന്നിവ വർദ്ധിക്കുന്നതും ഉൽപ്പന്നത്തിന്റെ വില ഇടിയുന്നതും കർഷകർക്ക് താങ്ങാനാകുന്നില്ല. സ്വാശ്രയ വിപണികൾ വഴിയാണ് കായ വിറ്റഴിക്കുന്നത്. വിപണിയിലെത്തുന്ന കുല ലേലം ചെയ്ത് വിൽക്കുന്നതാണ് രീതി. വില കുറഞ്ഞ സാഹചര്യത്തിൽ കായ വാങ്ങാൻ മൊത്ത വ്യാപാരികൾ തയ്യാറാകുന്നില്ല. വാങ്ങിയാൽ തന്നെ വലിപ്പം നോക്കി തിരഞ്ഞെടുക്കും. ബാക്കി വരുന്ന കുലകൾ കിട്ടുന്ന വിലയ്ക്ക് വിറ്റുതീർക്കുന്ന ഗതികേടിലാണ് കർഷകർ.